ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ലെറ്റ്യൂസ് തോരൻ വെക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലെറ്റ്യൂസ്? ഇത് കയ്പ്പ്, ചെറിയ കയ്പ്പുണ്ട്. അതിനൊരു കാരറ്റ് കൂടെ അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. നമുക്ക് ഉപ്പിൻ്റെ അകത്ത് കഴുകണേ, ഉപ്പ് പൊടിയിട്ട് കഴുകണം. ഉപ്പ് വെള്ളം ചെറുതായിട്ട് ചൂടാക്കി അതിൻ്റെ അകത്തിട്ട് കഴുകണം. എന്നിട്ട് കറിവേപ്പില, വെളുത്തുള്ളി, സവോള എല്ലാം കൂട്ടി വഴറ്റിയെടുക്കുക. കടുകൊക്കെ പൊട്ടിച്ച് കാരറ്റ് സ്ലൈസ് ചെയ്തെടുക്കുക. കണ്ട, ഇത് നമുക്ക് നട്ട് നോക്കാം, വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച് നോക്കാം. അത് ഞാൻ പിന്നെ വീഡിയോ ഇടാവേ ശരിയായെങ്കിൽ. ഞാൻ കാബേജ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച് നോക്കിയിട്ടുണ്ടേ. അതുകൊണ്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. അത് ശരിയായെങ്കിൽ ഞാൻ വീഡിയോ ഇടാവേ. ലെറ്റ്യൂസ് അരിഞ്ഞു വെച്ചു, കാരറ്റ് അരിഞ്ഞു, തേങ്ങയൊക്കെ കൂട്ടി വേണ്ടിയവർക്ക് മുട്ട അടിച്ചുണ്ടാക്കാം. തേങ്ങായ ചിരണ്ടി ഇച്ചിരി ഇടാം, സവോളയും കറിവേപ്പിലയും എല്ലാം കൂടെ കൂട്ടി നമുക്ക് നല്ലൊരു തോരൻ കറി വെക്കാം. ലെറ്റ്യൂസ് തോരൻ നല്ല കേട്ടോ. ആദ്യമൊക്കെ ഇച്ചിരി കയ്പ്പ് തോന്നും, പക്ഷേ ആറിക്കഴിയുമ്പോൾ ഒരു കയ്പ്പും ഇല്ല കേട്ടോ. നല്ലതാണ്. ഓസ്ട്രേലിയയിലൊക്കെ ഇത് സാലഡിൻ്റെ അകത്തൊക്കെ ഇട്ട് കഴിക്കും, പച്ചയായിട്ട് കിളുന്ന ഇലേ. കണ്ടോ, ഇറച്ചി ഒക്കെ കറി വെക്കുമ്പോൾ ഇത് പച്ചയായിട്ട് കഴിക്കും. തേങ്ങ വേണ്ടിയവർക്ക് തേങ്ങ ചേർക്കാം, മുട്ട വേണ്ടിയവർക്ക് മുട്ട ചേർക്കാം. അങ്ങനെ ലെറ്റ്യൂസ് കറി റെഡിയായി. കാരറ്റും ലെറ്റ്യൂസും എല്ലാം കൂടെ വഴറ്റിയെടുക്കുക. എന്നിട്ട് തേങ്ങയും ചേർക്കുക. കണ്ടോ, നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. ആദ്യം എനിക്ക് സങ്കടം വന്നു, കയ്പ്പാണല്ലോ എന്നൊക്കെ ഓർത്ത്. ആദ്യമായി ലെറ്റ്യൂസ് കറി വെക്കുന്നതാണ്. അപ്പോൾ നല്ലതാണോ നോക്കാൻ തിന്നു നോക്കിയപ്പോൾ അപ്പടി കയ്പ്പ്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ കയ്പ്പൊക്കെ മാറി കേട്ടോ. ആദ്യമായി മേടിച്ച് കറി വെക്കുന്ന, ആദ്യമായി മേടിക്കുന്ന, മാർക്കറ്റിൽ ചെന്നപ്പം കണ്ടപ്പം മേടിച്ചതാണ്. അതുപോലെ ഉപ്പ് പൊടിയിട്ട് കഴുകണം. ഉപ്പ് വെള്ളം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകണം. അങ്ങനെയാണ് കഴുകിയിട്ടെടുക്കണം. അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കുക. കറിവേപ്പില, വെളുത്തുള്ളിയൊക്കെ ഇട്ട്, സവോളയൊക്കെ. ഒരു കാരറ്റ് മതിയേ. നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. കണ്ടോ? താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.